സുദീപിന് എനിക്കൊന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സമ്മാനം കിട്ടി അല്ലേ? അതെ, 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത്. കോമ്പറ്റീഷനിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത്. അതിനുമ്പോൾ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ശ്രമിച്ചു, പരാജയപ്പെട്ടു. സ്റ്റേജിൽ കയറി കുറച്ച് നിന്ന് തിരിച്ചിറങ്ങി പോകുന്നു, പാടിയില്ല, വിജയകരമായി പിന്മാറി. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ തിരുവനന്തപുരം മോഡൽ LP സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ അച്ഛൻ ആ സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു ജോലി. അങ്ങനെ അവിടെ അപ്പൊ ആദ്യമായിട്ട് അവിടെ ലളിതഗാന മത്സരത്തിന് പാടുകയാണ്. ആ സമയത്ത് റേഡിയോയിൽ ലളിത സംഗീത പാഠമുണ്ട്. അപ്പോൾ MG രാധാകൃഷ്ണൻ സാറും പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറും ഒക്കെ പഠിപ്പിക്കുന്ന പാട്ടുകൾ ഉദയഭാൻ സാർക്ക്. അപ്പോൾ അതിൽ MG രാധാകൃഷ്ണൻ സാർ പഠിപ്പിച്ച ഒരു പാട്ട് കേട്ട് അച്ഛൻ പഠിച്ചിട്ട് എന്നെ പഠിപ്പിച്ചു. ആ പാട്ട് ശ്രീറാമേട്ടനൊക്കെ അറിയാം, എല്ലാ റേഡിയോ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ശ്രീകണ്ഠ സാറിനും അറിയാൻ പറ്റും. ശാരദേന്ദുമയൂഖമാലകൾ പൂചൊരിഞ്ഞൊരി സന്ധ്യയിൽ രാഗമാധുരി തൂകി വന്നു ശാരികേയൻ മുന്നിൽ നീ. ദാസാറ് പാടിയത് ഞാനിത് കേട്ടിട്ടില്ല. ദാസാർ പാടിയതൊന്നും. അച്ഛൻ പാടിയതാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അച്ഛൻ പഠിപ്പിച്ചതാണ്. ഈ പാട്ട് ആണ് പാടുന്നത്. അപ്പൊ പേര് വിളിക്കുമല്ലോ, ചെസ്റ്റ് നമ്പർ വിളിച്ച സമയത്ത് ഞാൻ ആ ഒരു മരച്ചോട്ടിൽ നിൽക്കുകയാണ് സ്കൂളിൽ. ഓടി സ്റ്റേജിലേക്ക് കയറി ആ വേരിൽ തട്ടി വീണ് മൂക്കിനകത്തൊക്കെ മണ്ണൊക്കെ കയറി ആകെ പാനിക്കായിട്ട് നിൽക്കുമ്പോൾ വന്ന് എല്ലാവരും പറഞ്ഞു, സാരമില്ല മോൻ ഇപ്പം പാടണ്ട, കുറച്ച് കഴിഞ്ഞ് പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി. അങ്ങനെ അപ്പോഴും പിന്നെയും തടസ്സമാണ്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാ കുട്ടികളും പാടിയിട്ട് അവസാനമായിട്ട് തന്നെ എല്ലാ മത്സരം തീരാറായി, ഇപ്പൊ പാടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പാടി. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് നമ്മൾ പാടിയത്. അതെ, രക്തം കണ്ടാണ് വിജയത്തിലെത്തിയത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു പ്രൈസ് കിട്ടുന്നത്, ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പാടുന്നത്. അത് വീട്ടിലെ അലമാരിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ടോ? വീട്ടില് അമ്മയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഒരു ബോക്സ് ആയിരുന്നു. അപ്പൊ എന്റെ കൂടെ ഒരു ബുക്കും ഒക്കെ, എന്തൊരു സ്റ്റോറി ബുക്കൊക്കെ ഉണ്ട്. ആ ബോക്സിനകത്താണ് അമ്മ വർഷങ്ങളായിട്ട് ഈ സൂചി നൂലൊക്കെ ഇട്ട് സൂക്ഷിക്കുന്നത്. അതെ അതെ. അപ്പൊ ശ്രീറാം, നമ്മള് കായംകുളത്തൊരു പ്രോഗ്രാമിന് പോയി, ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അവസാനം പെട്ടുപോയെന്ന് കേട്ടു. ഇതൊക്കെ അറിഞ്ഞല്ലേ? അറിഞ്ഞു. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് പറ്റിക്കുന്നത്. പറ്റിക്കുകയല്ല, നമ്മൾ വിചാരിക്കാൻ അടുത്ത സുഹൃത്തല്ല. അല്ല, ഈ കാര്യത്തിലല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടില് കായംകുളത്ത് അവരുടെ ക്ഷേത്രത്തിലെ ഒരു ഉത്സവമാണ്. ശ്രീറാം ഉറപ്പായിട്ട് വരണം, പാടാം. അന്ന് കാറ്റേ ആയിട്ടില്ലല്ലോ. അതെ, അടുത്ത കാലത്ത് പറ്റിയതല്ലേ? അപ്പം നിർബന്ധമായിട്ട് വരണം, ഞങ്ങൾ വണ്ടിയും കൊണ്ടുവരും. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ട്രെയിനിൽ വരാം. അല്ലല്ലേ, ഞങ്ങൾ കാറും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നു. അവിടെ ഒരു 6 മണിക്കൊക്കെ സന്ധ്യക്ക് എത്തുന്നു. പുള്ളി വീട്ടിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ തരുന്നു. വളരെ ഒരുപാട് പേര് വരുന്നു, സെൽഫി എടുക്കുന്നു. പിന്നെ സെൽഫി ഒക്കെ എടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി സ്റ്റേജിലേക്ക് പോകാമെന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ അവരുടെ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു പൂജാമുറിയുടെ അത്രേ ഉള്ളൂ. അങ്ങനെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ വെച്ച് അത്രേ ഉള്ളൂ. സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്ര പോലും ഇല്ല. നമ്മൾ പാടാൻ നിന്നാൽ കീബോർഡിസ്റ്റിന് മറിഞ്ഞ് താഴെ പോകും. ഒരു കീബോർഡിസ്റ്റിന് തബലയും മാത്രമേ ഉള്ളൂ. സ്റ്റേജ് ഇങ്ങനെ കൂടുതൽ. അതെ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറയുന്ന പാട്ടൊന്നും ഈ കീബോർഡിസ്റ്റിനൊന്നും അറിഞ്ഞുകൂടാ. അവസാനം ഞാനങ്ങ് പാടി. അവരെന്തൊക്കെ വായിക്കുന്നുണ്ട്. 5-6 പാട്ടൊക്കെ പാടി. അതൊക്കെ കഴിഞ്ഞു. രാത്രി ഒരു 10-12 മണിയായി. ഞാൻ പറഞ്ഞു തിരിച്ച് പോകാൻ. ഞങ്ങൾ വിടാം. വണ്ടി എന്തോ കുഴപ്പം പറ്റി ശ്രീറാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു എനിക്ക് പിറ്റേ ദിവസം ഓഫീസിൽ പോകണം രാവിലെ. ഞാൻ പറഞ്ഞു പോയേ പറ്റൂ, ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ചുറ്റി കറങ്ങി നടക്കുന്നു, ഒന്നും നടക്കുന്നില്ല. 1 മണിയോളമായി. ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ. എന്നാൽ ശ്രീറാം ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ബസ് സ്റ്റാൻഡ് വരെ വിടാം, ഒരു ബസ്സിലങ്ങ് പോവാമോ? വേറെ നിവൃത്തിയില്ല, വണ്ടി വഴിയിലങ്ങനെ നിന്ന് പോയാൽ പിന്നെ അന്തസ്സായിട്ട് വന്നതാ. അപ്പോ കായംകുളം ആ ഭാഗത്തെ ബസ് സ്റ്റാൻഡിലും അല്ല, ഒരു ജംഗ്ഷനിൽ കൊണ്ട് വിട്ടിട്ട് ഇവിടെ എക്സ്പ്രസ് വരെ ഇവിടെ നിർത്തും. അതല്ല, ഞാൻ പറയും ശരി. അപ്പൊ എന്റെ ധാരണ എന്താ, ഇവരും കൂടെ ഇറങ്ങി നിൽക്കുന്നു. ഞാൻ ഇറങ്ങി, ഇവര് വണ്ടിയും കൊണ്ട് തിരിച്ചു പോയി. ഈ പാതിരാത്രി കഴിഞ്ഞു. 1 മണി 1:30 മണി. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക, ഒരൊറ്റ ബസ്സില്ല. വരുന്നതൊന്നും നിർത്താതെ അടിച്ചു പോവുക. 2:30 മണി കഴിയുമ്പോൾ ഒരു എക്സ്പ്രസ് നിർത്തി. അത് ഒരാൾക്ക് ഇറങ്ങാനായിട്ട് നിർത്തി കൊടുത്തതാ. രാത്രി നിർത്തി കൊടുക്കുമല്ലോ. അപ്പൊ ഞാൻ ചാടിയങ്ങ് കയറി കഴിഞ്ഞ് വാതിൽ അടച്ചപ്പോഴാണ് ആ വാതിലിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. 1 ഇഞ്ച് സ്ഥലമില്ല. ഞാൻ നിന്ന് യാത്ര ചെയ്തു വന്നു. ഏകദേശം കഴക്കൂട്ടം കഴിയുമ്പോഴാണ് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചിറങ്ങി വണ്ടിയും പിടിച്ച് വീട്ടില് അന്തസ്സായിട്ട്. പാട്ടും പാടിക്കണേ. അന്ന് ഞാൻ 5-6 പ്രാവശ്യം. പൈസ കിട്ടിയോ?
ഇല്ല, അപ്പം നന്നായി. സുഹൃത്തല്ലേ, ശരിക്കും സുഹൃത്തിന്റെ അപ്പൊ പാടുന്ന പാട്ട് കാറ്റേ കാറ്റ്, കാര്യം ഭയങ്കര കാറ്റടിയാണല്ലോ. സുഹൃത്ത് പരിപാടിക്ക് വിളിക്കുമ്പോ പൈസ വാങ്ങിക്കാമോ? ആ. ഓ അങ്ങനെ. പിന്നെ വാങ്ങിക്കാമോ? തരൂല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ആശ്വസിക്കാം. അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചു പല പ്രാവശ്യം, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ഈ പരിപാടി ആ. ടെലികാസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും അദ്ദേഹം ഇത് കാണുകയും അന്നത്തെ പ്രതിഫലം വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്യും. മിക്കവാറും അത് സംഭവിക്കും. ഇല്ലേ?